പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഇറാനിലെ റഷ്യൻ കോൺസുലേറ്റിന് നേരെ ആക്രമണം. ഗൾഫ് മേഖലകളിലും ആക്രമണം തുടരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം 12ാം ദിവസവും തുടരുകയാണ്. വിവിധയിടങ്ങളിൽ ആക്രമണങ്ങൾ തുടരുന്നു. ഗൾഫ് മേഖലയും അശാന്തമാണ്. ഇറാനിലെ റഷ്യൻ കോൺസുലേറ്റിന് നേർക്ക് ആക്രമണമുണ്ടായി. ഇസ്ഫഹാനിലെ കോൺസുലേറ്റിലാണ് ആക്രമണം. രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണിതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇസ്രയേലിൽ ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ടെൽ അവീവ്, ജെറുസലേം തുടങ്ങിയ നഗരങ്ങളിൽ ഇറാൻ മിസൈൽ വർഷിച്ചതായാണ് റിപ്പോർട്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെഹ്റാൻ ഉൾപ്പെടെ ഇറാന്റെ വിവിധ നഗരങ്ങളിൽ ഇസ്രയേലും അമേരിക്കയും ആക്രമണം തുടരുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ 16 ബോട്ടുകൾ തകർത്തതായി അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. ബഹ്റൈൻ, UAE, സൗദി അറേബ്യ, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇറാൻ കടുത്ത ആക്രമണം നടത്തി. US, ഇസ്രയേൽ ആക്രമണങ്ങൾ ടെഹ്റാനിൽ 40 പേർ കൊല്ലപ്പെട്ടു. ലബനനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 486 ആയെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.